Hi students, welcome to the 27th class of linear algebra. In this class, we are discussing definition of double dual and related theorems and its proof. First, we are discussing definition of double dual. Definition: let V be a vector space over a field F and let V star be its dual. Then the dual space of V star is called the double dual of V and is denoted by V star star. That is, V star star is equal to L of V star F. ഡെഫിനിഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. വി എന്ന് പറഞ്ഞത് വെക്ടർ സ്പേസ് ഓവർ എഫ് ആണ്. വി സ്റ്റാർ എന്ന് പറയുന്നത് വിൻ്റെ ഡുവൽ ആണ്. അങ്ങനെയെങ്കിൽ ഡബിൾ ഡുവൽ ഓഫ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡുവൽ സ്പേസ് ഓഫ് വി സ്റ്റാർ ആണ്. ഡബിൾ ഡുവൽ ഓഫ് വി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡുവൽ സ്പേസ് ഓഫ് വി സ്റ്റാർ. ദാറ്റ് ഈസ് വി റൈറ്റ് ഡബിൾ ഡുവൽ ഓഫ് വിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് വി സ്റ്റാർ സ്റ്റാർ എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡുവൽ സ്പേസ് ഓഫ് വി സ്റ്റാറിനെ എങ്ങനെ എഴുതാം? എൽ ഓഫ് വി സ്റ്റാർ എഫ് എന്ന് എഴുതാം. ഡബിൾ ഡുവൽ ഓഫ് വി ഈസ് ഈക്വൽ ടു എൽ ഓഫ് വി സ്റ്റാർ എഫ് എന്ന് നമുക്ക് എഴുതാം. Next we are going to discuss remark. First one, if dimension v is equal to n, then dimension v star is equal to n and dimension v star star is equal to n. Dimension v equal to n ആണെങ്കിൽ dimension v starും dimension v star starും n ആയിരിക്കും. Second one, let's set alpha 1, alpha 2, etc. alpha n be an ordered basis for v. Then we can find a dual basis set f1, f2, etc. fn of set alpha 1, alpha 2, etc. alpha n. അതായത് ലെറ്റ് സെറ്റ് ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ എന്ന് പറയുന്നത് വിൻ്റെ ഓർഡേർഡ് ബേസിസ് ആണ്. അങ്ങനെയെങ്കിൽ വി ക്യാൻ ഫൈൻഡ് എ ഡുവൽ ബേസിസ് സെറ്റ് എഫ് 1, എഫ് 2, എക്സെട്ര എഫ് എൻ ഓഫ് സെറ്റ് ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ എൻ. Similarly, we can find a dual basis set L1, L2, etc. Ln of set F1, F2, etc. Fn. Next, we are going to discuss a theorem and its proof. Theorem, its statement, let V be a finite dimensional vector space over the field F. For each vector alpha in V, define L alpha of F is equal to F of alpha. For every F belongs to V star. The mapping alpha to L alpha is then an isomorphism of V onto V star star. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. വി എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ് ഓവർ എ ഫീൽഡ് എഫ്. ഓക്കെ, ഫോർ ഈച്ച് ആൽഫ ബിലോങ്സ് ടു വി, ഡിഫൈൻ എൽ ആൽഫ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ ഫോർ എവറി എഫ് ബിലോങ്സ് ടു വി സ്റ്റാർ. ഇപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഫോർ എവറി ആൽഫ ബിലോങ്സ് ടു വി, വി ഡിഫൈൻ എൽ ആൽഫ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ ഫോർ എവറി എഫ് ബിലോങ്സ് ടു വി സ്റ്റാർ. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദ മാപ്പിംഗ് ആൽഫ ടു എൽ ആൽഫ ഈസ് ആൻ ഐസോമോർഫിസം ഓഫ് വി ഓൺ ടു വി സ്റ്റാർ സ്റ്റാർ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇവിടെ തിയറം പ്രൂവ് ചെയ്യുന്നത് രണ്ട് ക്ലെയിമുകൾ യൂസ് ചെയ്തിട്ടാണ്. ക്ലെയിം 1 നമ്മൾ ചെയ്യുന്നത് എൽ ആൽഫ ഇസ് ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ക്ലെയിം 2 എഫ് ഫ്രം വി ടു വി സ്റ്റാർ സ്റ്റാർ ഐസോമോർഫിസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. എഫ് ഐസോമോർഫിസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫ് ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണം, 1, 1 ആണെന്ന് പ്രൂവ് ചെയ്യണം, എഫ് ഓൺ 2 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇത് മൂന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം എഫ് ഫ്രം വി ടു വി സ്റ്റാർ സ്റ്റാർ എന്ന് പറയുന്നത് ഐസോമോർഫിസ് ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് പ്രൂഫിലേക്ക് പോവാം. ക്ലെയിം 1 ആയിട്ട് എടുക്കുന്നത് എന്താണ്? എൽ ആൽഫ ഈസ് ലീനിയർ. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നോക്കാം. ലെറ്റ് എഫ് കോമ ജി ബിലോങ്സ് ടു വി സ്റ്റാർ ആൻഡ് സി ബിലോങ്സ് ടു എഫ്. എഫ് ജി എന്ന് പറയുന്ന വി സ്റ്റാറിൽ ഉണ്ടെന്ന് എടുക്കുക ആൻഡ് സി ബിലോങ്സ് ടു എഫ്. ദെൻ എൽ ആൽഫ ഓഫ് സി എഫ് പ്ലസ് ജീനെ നമുക്ക് എങ്ങനെ എഴുതാം? സി എഫ് പ്ലസ് ജി ഓഫ് ആൽഫ. അങ്ങനെ എഴുതാൻ കാരണം എന്താ? ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എൽ ആൽഫ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ എന്ന്. സോ വി റൈറ്റ് എൽ ആൽഫ ഓഫ് സി എഫ് പ്ലസ് ജീനെ എങ്ങനെ എഴുതാം? സി എഫ് പ്ലസ് ജി ഓഫ് ആൽഫ എന്ന് എഴുതാം. സോ നെക്സ്റ്റ് വി റൈറ്റ് സി ഇൻറ്റു എഫ് ഓഫ് ആൽഫ പ്ലസ് ജി ഓഫ് ആൽഫ എന്ന് എഴുതാം. കാരണം എന്താ? എഫ് ആൻഡ് ജി ആർ ലീനിയർ ഫംഗ്ഷണലാണ്. നെക്സ്റ്റ് വി നോ ദാറ്റ് എഫ് ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു L alpha of f. So we write here C into L alpha of f plus here G of alpha Z is L alpha of G. So we write here L alpha of G. Okay. That is we get L alpha of
CF plus G is equal to, we write C into L alpha of F plus L alpha of G. That means L alpha belongs to V star star. Next claim 2 നോക്കാം. F from V to V star star is an isomorphism എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഐസോമോർഫിസം ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടി വരും? എഫ് ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണം, F11 ആണെന്ന് പ്രൂവ് ചെയ്യണം, F12 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ലെറ്റ് ക്യാപിറ്റൽ എഫ് ബി എ ഫംഗ്ഷൻ ഫ്രം V to V star star ഡിഫൈൻഡ് ബൈ ക്യാപിറ്റൽ എഫ് ഓഫ് ആൽഫ is equal to L ആൽഫ. ഓക്കെ, അതിൻ്റെ സബ് ക്ലെയിം ആയിട്ട് നമ്മൾ എടുക്കുകയാണ് എഫ് ഈസ് ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ വി ടേക്ക് ലെറ്റ് ആൽഫ കോമ ബീറ്റ ബിലോങ്സ് ടു വി and C belongs to F. Next we write f of C alpha plus beta is equal to L C alpha plus beta. Here ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എഫ് ഓഫ് ആൽഫ is equal to L alpha ആണ്. So here we write f of C alpha plus beta is equal to L C alpha plus beta. That is equal to, by definition we write f of C alpha plus beta എന്ന് എഴുതാം. That is equal to, we write C into f of alpha plus f of beta. Since f is linear ആണ്, അത് കാരണം നമുക്ക് അങ്ങനെ എഴുതാം. That is equal to C into f of alpha എന്ന് പറഞ്ഞാൽ L alpha എന്ന് എഴുതാം, f of beta എന്ന് പറഞ്ഞാൽ L beta എന്ന് എഴുതാം. So we write this is equal to C into L alpha plus L beta. That is equal to, here we know that L alpha is capital F of alpha, L beta is f of beta. So we write this is equal to C into f of alpha plus f of beta. Now we get f of C alpha plus beta is equal to C into f of alpha plus f of beta. Therefore, capital F is linear. Linear ആണെന്ന് പ്രൂവ് ചെയ്തു. Next we are going to prove f is 1 1. നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഈസ് 1 1 ആണ്. അപ്പോൾ സബ് ക്ലെയിം ആയിട്ട് എഫ് ഈസ് 1 1 ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. ലെറ്റ് us take alpha beta belongs to V such that alpha not equal to beta. Okay, alpha not equal to beta ആണെങ്കിൽ നമുക്കറിയാം alpha minus beta is not equal to 0 ആയിരിക്കും. Then there exists a linear functional f such that f of alpha minus beta is not equal to 0. Then there exists a linear functional f such that f of alpha minus beta is not equal to 0. നമുക്കറിയാം സ്മോൾ എഫ് എന്ന് പറഞ്ഞാൽ ലീനിയർ ആണ്. സോ വി റൈറ്റ് എഫ് ഓഫ് ആൽഫ മൈനസ് എഫ് ഓഫ് ബീറ്റ നോട്ട് ഈക്വൽ ടു 0 എന്ന് എഴുതാം. എഫ് ഓഫ് ആൽഫ മൈനസ് ബീറ്റ എങ്ങനെ എഴുതാം? എഫ് ഓഫ് ആൽഫ മൈനസ് എഫ് ഓഫ് ബീറ്റ എന്ന് എഴുതാം, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0. കാരണം എന്താ? എഫ് ഈസ് ലീനിയർ ആയ കാരണമാണ് അങ്ങനെ എഴുതുന്നത്. എഫ് ഓഫ് ആൽഫ മൈനസ് എഫ് ഓഫ് ബീറ്റ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഇംപ്ലൈസ് എഫ് ഓഫ് ആൽഫ ഈസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ബീറ്റ എന്ന് പറയാം. എഫ് ഓഫ് ആൽഫ എന്താണ്? എൽ ആൽഫ ഓഫ് എഫ് ആണ്. എഫ് ഓഫ് ബീറ്റ എന്താണ്? എൽ ബീറ്റ ഓഫ് എഫ് ആണ്. സോ വി റൈറ്റ് എൽ ആൽഫ ഓഫ് എഫ് ഈസ് നോട്ട് ഈക്വൽ ടു എൽ ബീറ്റ ഓഫ് എഫ് എന്ന് എഴുതാം. ദാറ്റ് ഇംപ്ലൈസ് എൽ ആൽഫ ഓഫ് എഫിന് ക്യാപിറ്റൽ എഫ് ഓഫ് ആൽഫ എന്നും എൽ ബീറ്റ ഓഫ് എഫിന് ക്യാപിറ്റൽ എഫ് ഓഫ് ബീറ്റ എന്നും എഴുതാം. സോ വി റൈറ്റ് എഫ് ഓഫ് ആൽഫ ഈസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ബീറ്റ. ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ. ദാറ്റ് ഇംപ്ലൈസ് എഫ് ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ബീറ്റ. ദെർഫോർ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഈസ് 1 1 ആണെന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എഫ് ഓൺ ടു ആണ്. സോ സബ് ക്ലെയിം ആയിട്ട് നിൽക്കുക എഫ് ഓൺ ടു ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. സിൻസ് ഡയമെൻഷൻ വി is equal to dimension V star and f from V to V star star is a linear functional. ഡയമെൻഷൻ വിയും ഡയമെൻഷൻ വി സ്റ്റാറും സെയിം ആണ്. എഫ് ഫ്രം വി ടു വി സ്റ്റാർ സ്റ്റാർ ഈസ് എ ലീനിയർ ഫംഗ്ഷണൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ക്യാപിറ്റൽ എഫ് ഈസ് ഓൺ ടു ആണെന്ന് പറയാൻ പറ്റും. കിട്ടി എഫ് ലീനിയർ ആണെന്ന് കിട്ടി, 1 1 ആണെന്ന് കിട്ടി, ഓൺ ടു ആണെന്ന് കിട്ടി. സോ നമുക്ക് എഴുതാം therefore f is linear 1 1 and on to function. Therefore f is an isomorphism from V on to V star star. Clear ആണല്ലോ? Next we are going to discuss corollary and its proof. Statement: let V be a finite dimensional vector space over a field F and if L belongs to V star star, then there exists a unique vector alpha belongs to V such that L is equal to L alpha. That is, we write L of F is equal to F of alpha for every F belongs to V star. കൊറോളറി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. ലെറ്റ് വി ബി എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ് ഓവർ എഫ്. ഇഫ് എൽ ബിലോങ്സ് ടു വി സ്റ്റാർ സ്റ്റാർ, then
there exists a unique vector alpha belongs to V such that L is equal to L alpha. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം L of f is equal to f of alpha for every f belongs to V star. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് L of f is equal to f of alpha എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പ്രൂഫ് നോക്കാം. We know that capital F of alpha is equal to L alpha is an isomorphism from V on to V star star. മുന്നത്തെ തിയറത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. വി നോ ദാറ്റ് എഫ് ഓഫ് ആൽഫ is equal to എൽ ആൽഫ ഈസ് ആൻ ഐസോമോർഫിസം ഫ്രം വി ഓൺ ടു വി സ്റ്റാർ സ്റ്റാർ. ദെൻ എഫ് ഇൻവേഴ്സ് ഈസ് ഓൾസോ ആൻ ഐസോമോർഫിസം ഫ്രം വി സ്റ്റാർ സ്റ്റാർ ഓൺ ടു വി. എഫ് എന്ന് പറയുന്നത് ആസ് ആൻ ഐസോമോർഫിസം ഫ്രം വി ഓൺ ടു വി സ്റ്റാർ സ്റ്റാർ ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഈസ് ഓൾസോ ആൻ ഐസോമോർഫിസം ഫ്രം വി സ്റ്റാർ സ്റ്റാർ ഓൺ ടു വി. If L belongs to V star star, then there exists a unique vector alpha belongs to V such that നമുക്ക് എഴുതാം F inverse of L is equal to alpha എന്ന് എഴുതാം. If L belongs to V star star, then there exists a unique vector alpha belongs to V such that we write F inverse of L is equal to alpha. That implies we write ഇവിടെ F of F inverse of L is equal to f of alpha എന്ന് എഴുതാം നമുക്ക് എടുക്കാം. സോ വി റൈറ്റ് L is equal to f of alpha is equal to L alpha എന്ന് എഴുതാം. ദാറ്റ് ഇസ് വി ഗെറ്റ് L is equal to L alpha എന്ന് നമുക്ക് കിട്ടും. L is equal to L alpha എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് വി റൈറ്റ് L of f is equal to L alpha of f is equal to f of alpha എന്ന് എഴുതാം അല്ലേ. L of f നമുക്ക് എങ്ങനെ എഴുതാം? L alpha of f എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം L alpha of f എന്ന് പറഞ്ഞത് f of alpha ആണ്. നൗ വി ഗെറ്റ് L of f is equal to f of alpha. Clear ആണല്ലോ പ്രൂഫ്?